ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇത് സോൾവിംഗ് ട്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അൾട്ടിമേറ്റ് മാത്സ് സ്റ്റഡി പ്ലാൻ ആണ്. ഈ ഒറ്റ സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ എത്ര പഠിക്കാത്ത കുട്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് A+ നേടാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് മിസ് പറയാം. ആദ്യം തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നല്ലപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിറയെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക, കുറേ എഴുതി പഠിക്കുക. ഇക്വേഷൻസിന് വേണ്ടി ഒരു പുതിയൊരു നോട്ട് അല്ലെങ്കിൽ ഒരു പേജ് എടുത്ത് ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള ഇക്വേഷൻ നോട്ട് ചെയ്ത് അത് കാണാണ്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം. ഞാനിവിടെ ഡേറ്റും ടൈമും അതേപോലെ സെക്ഷൻ അതേപോലെ ചാപ്റ്റർ ഏത് ചാപ്റ്റർ എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഡേറ്റ് 14, നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച. നാളെ രാവിലെ 5:30 തൊട്ട് 6:30 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റഡി സെക്ഷൻ 1 ആണ്. ഇവിടെ ചാപ്റ്റർ 1 ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ 6:30 തൊട്ട് 6:45 വരെ ബ്രേക്ക് ഉണ്ട്. നമ്മൾ തുടർന്നായിട്ട് നമ്മൾ പഠിക്കുന്നേയില്ല, നിറയെ കണ്ടിന്യൂസ് ബ്രേക്സ് ഉണ്ട് കേട്ടോ. ഇതാ ബ്രേക്കാണ്, അപ്പോൾ ഒന്ന് റിലാക്സ് ആവുക. 6:45 തൊട്ട് 7:30 വരെ സ്റ്റഡി സെക്ഷൻ 2 ആണ്. ഇവിടെ നമ്മൾ ചാപ്റ്റർ 2 ആണ് പഠിക്കുന്നത്. പിന്നെ 7:30 to 7:45 വരെ വീണ്ടും ബ്രേക്ക് ഉണ്ട്. 7:45 തൊട്ട് 8:45 വരെ മൂന്നാമത്തെ സെക്ഷനാണ്. ഇവിടെ ചാപ്റ്റർ 3 ആണ് നമ്മൾ പഠിക്കാം. 8:45 to 9:30 വരെ നമ്മൾ എന്താണ്? ലോങ് ബ്രേക്ക് ആണ്, ഫുഡ് കഴിക്കാനുള്ള. അങ്ങനെ കുറേ ടൈമാണ്. ഓക്കെ, ഇനി 9:30 to 11 മണി. ഇവിടെ നമ്മൾ നാലാമത്തെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ ചാപ്റ്റർ 4, 5 ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ 11 തൊട്ട് 12 വരെ വീണ്ടും ബ്രേക്കാണ്. 12 തൊട്ട് 1:45 വരെ അഞ്ചാമത്തെ സ്റ്റഡി സെക്ഷനാണ്. ഇവിടെ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. 1:45 തൊട്ട് 3 മണി വരെയും നമുക്കൊരു വലിയൊരു ബ്രേക്കാണ്. ലഞ്ച് അതേപോലെ അങ്ങനെയുള്ള എക്സ്ട്രാ വല്ല പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാവാം. 3 തൊട്ട് 4 വരെ 6ാമത്തെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ ചാപ്റ്റർ 7 ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതേപോലെ 4 തൊട്ട് 4:30 വരെ വീണ്ടും ബ്രേക്കാണ്. 4:30 to 5:30 വരെ നമ്മൾ 7ാമത്തെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ ചാപ്റ്റർ 8 ആണ് പഠിക്കുക. 5:30 to 6:30 വരെ വീണ്ടും ബ്രേക്കാണ്. 6:30 തൊട്ട് 7:30 വരെ 8ാമത്തെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ കവർ ചെയ്യുന്നു. 7:30 to 7:45 വരെ ഷോർട്ട് ബ്രേക്കാണ്. 7:35 തൊട്ട് 35 വരെ കേട്ടോ. 7:35 തൊട്ട് 8:30 വരെ നമ്മൾ 9th സ്റ്റഡി സെഷൻ. ഇവിടെ നമ്മൾ ചാപ്റ്റർ 10 ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. 8:30 തൊട്ട് 9:15 വരെ. ഇവിടെ നമ്മൾ എന്താണെന്ന് പറയുന്നത് ഡിന്നർ അതേപോലെ അങ്ങനെ കുറച്ച് ടൈമാണ്. 9:15 to 10 വരെ എന്താണ്? 10ാം സ്റ്റഡി സെഷൻ. ഇവിടെ നമ്മൾ 11th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. 10 തൊട്ട് 11:30 വരെ നമ്മൾ എന്താണ്? 11th സ്റ്റഡി സെഷനാണ്. ചാപ്റ്റർ 12 ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇന്നലെ നമ്മൾ എന്താണ് ഈ ലോങ് ആയിട്ടുള്ള ആരോ കൊടുത്തിരിക്കുന്നത് അന്നത്തെ ദിവസത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്? സൂപ്പറായി ഉറങ്ങാം. ഓക്കെ, ഇനി പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച നമ്മൾ എക്സാമിൻ്റെ തലേന്ന്. അപ്പോൾ നമ്മൾ 5:30 to 7 മണി വരെ 12ാമത്തെ സ്റ്റഡി സെക്ഷനാണ്. ഇവിടെ നമ്മൾ 13ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് 7 തൊട്ട് 8 മണി വരെ ഒരു വലിയൊരു ബ്രേക്കാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം എടുക്കാം. 8 തൊട്ട് 9:45 വരെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തൊട്ട് റിവിഷനാണ്. ഈ ഒരു റിവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ചാപ്റ്റർ 1-ന്റെയും 2-ന്റെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. 9:45 തൊട്ട് 10 മണി വരെ നമ്മൾ ബ്രേക്കാണ്. 10 to 12 മണി വരെ നമ്മളിവിടെ റിവിഷനാണ്. ചാപ്റ്റർ 3, 4, 5 ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇനി 12 to 12:30 വരെ വീണ്ടും ബ്രേക്കാണ്. 12:30 to 1:45 വരെ റിവിഷൻ തന്നെയാണ്. 6ഉം 7ഉം ആണ്. 1:45 to 2:30 വരെ ലോങ് ബ്രേക്ക്, ലഞ്ച്. അങ്ങനെ 2:30 to 4 മണി വരെ റിവിഷൻ തന്നെയാണ്. 8ഉം 9ഉം. 4 to 4:30 വരെ വീണ്ടും ബ്രേക്കാണ്. 4:30 to 6 മണി വരെ എന്താണ്? റിവിഷനാണ്. ചാപ്റ്റർ 10ഉം 11ഉം. 6 to 7 ബ്രേക്കാണ്. 7 to 8:30 റിവിഷൻ തന്നെയാണ്. ചാപ്റ്റർ 12ഉം 13ഉം. ഇതോടുകൂടി നമ്മളുടെ എന്താണ് കഴിഞ്ഞു, റിവിഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ 8:30 to 9 മണി വരെ ഫുഡ് കഴിച്ച് നല്ല ലോങ് ബ്രേക്കാണ്. എന്നിട്ട് 9 തൊട്ട് നമ്മൾ 11 മണി വരെ വലിയൊരു റിവിഷൻ. അതായത് 1 തൊട്ട് 13 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കീ പോയിന്റ്സ് ആവട്ടെ, ഇക്വേഷൻ ആവട്ടെ, എന്തൊക്കെയാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതേപോലെ ഒന്നും കൂടി ഇവയൊക്കെ നമ്മൾ എഴുതിയതൊക്കെ ഒന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് പെൻസിൽ വെച്ചൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കും. ഇനി നമ്മൾ എക്സാമിൻ്റെ അന്ന് രാവിലെ മോർണിംഗ് 5 to 7:30 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വിക്ക് റിവിഷൻ പറഞ്ഞാൽ ഭയങ്കര ക്വിക്കായിട്ട് പെട്ടെന്ന് എന്തൊക്കെയാണ് നമ്മൾ അത്രയും ദിവസം പഠിച്ചൊന്ന് ക്വിക്കായിട്ടൊന്ന് മെമ്മറൈസ് ചെയ്യുക. ചിലത് എഴുതി നോക്കേണ്ടതായിട്ടുണ്ടാവും, ഇക്വേഷനൊക്കെ എഴുതി നോക്കേണ്ടതുണ്ടാവും. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതോടുകൂടി നമ്മൾ റിവിഷൻ നമ്മൾ 2 തവണ നമ്മൾ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് ഓൾറെഡി ഒരു തവണ നമ്മൾ പഠിച്ചും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ഏതാണ്ടെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ ആഗ്രഹമുള്ള ഏത് കുട്ടി ആയിക്കോട്ടെ, അതിപ്പോൾ ലോ ലെവലായാലും ആ കുട്ടിക്ക് ഹൈ ലെവലെത്താൻ ഈ ഒരു ഒറ്റ സ്റ്റഡി പ്ലാൻ മതി. അതുകൊണ്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് തന്നെ പഠിക്കുക. നല്ലൊരു എക്സാം ആവട്ടെ, എക്സാം ഈസി ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.